ന്യൂസ് 18 കേരളം നേരത്തെ ഗുണ്ടാ നേതാവായ ആഷ്ലിൻ ബെൽമനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ പോലീസ് ചെറുവിരൽ പോലും അനക്കിയിരുന്നില്ല. ഇപ്പോൾ ആഷ്ലിൻ ബെൽമൻ പരസ്യമായി കൊച്ചിയിൽ വീണ്ടും ഓഫീസ് തുറന്നിരിക്കുകയാണ്. മരടിലാണ് VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സിനിമാ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. ഒരു മാസം മുൻപ് കൊച്ചിയിൽ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സിനിമാ ഓഫീസും തുറന്നിരിക്കുന്നത്. അന്ന് പോലീസ് എത്തി ഓഫീസ് പൂട്ടിച്ചിരുന്നു. ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച കേസിൽ ആഷ്ലിൻ ബെൽമൻ ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ നേതാവിന്റെ കൂട്ടാളിയായ ആഷ്ലിൻ ബെൽമന്റെ തട്ടിപ്പ് രീതിയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, അന്ന് വിശദമായ കാര്യങ്ങൾ ആഷ്ലിൻ ബെൽമനെ കുറിച്ച് ടോം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അതിനുശേഷവും പോലീസ് ഇയാളെ കണ്ടെത്തുവാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നീക്കിയിരുന്നോ? ഇപ്പോൾ ആഷ്ലിൻ ബെൽമൻ തന്നെ വന്നാണോ കൊച്ചിയിൽ ഇങ്ങനെ ഒരു ഓഫീസ് തുറന്നത്, അതോ അയാളുടെ അനുയായികളാണോ? മഞ്ജുഷ്, ഒരു മാസം മുൻപാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗുണ്ടാ നേതാവ് ആഷ്ലിൻ ബെൽമൻ കൊച്ചിയിൽ ഒരു VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഓഫീസ് തുറന്നത്. അന്ന് തന്നെ, അതായത് അന്ന് രാവിലെ അന്ന് ഈ ഓഫീസ് VIP പ്രൊഡക്ഷൻസിന്റെ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഗുണ്ടകളുടെ മീറ്റപ്പ് സംഘടിപ്പിക്കുന്നു. ഇത് അറിഞ്ഞാണ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഈ ഗുണ്ടാ മീറ്റപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മരട് പോലീസ് അവിടെ റെയ്ഡ് നടക്കുന്നു. ആഷ്ലിൻ ബെൽമൻ ഇതറിഞ്ഞ് അവിടെ നിന്നും മുങ്ങുന്നു. കഴിഞ്ഞ ഒരു മാസമായി ആഷ്ലിൻ ബെൽമൻ ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇപ്പോഴും ഈ ആഷ്ലിൻ ബെൽമനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതിനിടെയാണ് ആഷ്ലിൻ ബെൽമൻ അതേ സ്ഥലത്ത് കൊച്ചി മരടിൽ തന്നെ വീണ്ടും VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സിനിമാ കമ്പനിയുടെ ഓഫീസിന്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചത്. ഒരു മാസം മുൻപ് ഇവിടെ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചതിന് പിന്നാലെ ഓഫീസ് പോലീസ് എത്തി അന്ന് പൂട്ടിച്ചതാണ്. വീണ്ടും ഓഫീസ് തുറന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഓഫീസ് തുറന്നത്. ഏതാനും ജീവനക്കാരുണ്ട്. ഇത് സിനിമ പ്രൊഡക്ഷൻ കമ്പനി എന്ന രീതിയിലാണ് ഇവർ നൽകുന്ന വിവരം. അതായത് ആഷ്ലിൻ ബെൽമൻ തന്നെ ഇന്നലെ അയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ പുതിയ ഓഫീസ് തുറക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ ആഷ്ലിൻ ബെൽമൻ സ്ഥലത്തില്ല, മരടിലില്ല, ഇപ്പോഴും ഒളിവിലാണ്. തിരുവനന്തപുരം കളിയിക്കാട് സ്വദേശിയാണ്. ഇയാളുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങൾ ദുബായും തമിഴ്നാടുമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഈ സ്ഥലങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പോലീസ് നിലവിൽ പറയുന്നത് ആഷ്ലിൻ ബെൽമൻ ദുബായിലേക്ക് കടന്നിട്ടില്ല, രാജ്യത്ത് തന്നെ ഉണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ എവിടെയായിരിക്കാം? അത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് കളിയിക്കാവള ഉൾപ്പെടുന്ന ഏതെങ്കിലും പ്രദേശങ്ങളാണ്. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ആഷ്ലിൻ ബെൽമനെ പിടികൂടാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. ആഷ്ലിൻ ബെൽമനെതിരെയുള്ള കേസുകൾ എത്ര എണ്ണമുണ്ട്? അത് പോലീസ് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഏത് കേസിൽ ഇപ്പോൾ അന്വേഷിക്കുന്നു എന്നാണ്? മഞ്ജുഷ്, നമ്മൾ ന്യൂസ് 18 നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോലീസ് ഈ ആഷ്ലിൻ ബെൽമനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. അതിനു മുൻപ് വരെയും പോലീസിനെ സംബന്ധിച്ച് ലഭ്യമായ വിവരം, അന്ന് ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചതിന് പിന്നാലെ അവിടെ ഒരു റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡില് ആഷ്ലിൻ ബെൽമന്റെ ഒരു ആഡംബര കാറിൽ നിന്ന് തോക്ക് കണ്ടെത്തിയിരുന്നു. മറ്റ് ഒരു സ്വർണം, മുക്കുവണ്ടത്തിന്റെ മാലകൾ കണ്ടെത്തിയിരുന്നു. ആഷ്ലിൻ ബെൽമന്റെ ഈ തട്ടിപ്പ്, അതായത് ഒരു ഗുണ്ട പോലുമല്ല, ഒരു തട്ടിപ്പുകാരൻ എന്ന രീതിയിലാണ് പിന്നീട് പുറത്തു വന്ന ചില വിവരങ്ങൾ. അതായത് 3.1 മില്യൺ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ആഷ്ലിൻ ബെൽമൻ ഉണ്ട് എന്ന കൃത്യമായ തെളിവുകൾ സഹിതം നമ്മളന്ന് പുറത്തുവിട്ടതാണ്. ഇതുപോലും ഇൻസ്റ്റഗ്രാമിനെ കബളിപ്പിച്ചുകൊണ്ടാണ് ആഷ്ലിൻ ബെൽമൻ ഇത്രയധികം ഫോളോവേഴ്സിനെ സൃഷ്ടിച്ചത് എന്ന് പോലും നമ്മൾ അതിന്റെ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല, തമിഴ്നാട്, കേരളം കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് എന്ന ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. നേരത്തെ പെരുമ്പാവൂർ അനസുമായി ഒന്നിച്ചാണ് ദുബായിൽ VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങുന്നത്. ആ കമ്പനിയുടെ ഉദ്ഘാടന വേളയിൽ നടി ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ അന്ന് പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ അന്ന് പുറത്തുവിട്ടതാണ്. പിന്നീട് അതിന്റെ ദുബായിൽ ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഈ VIP പ്രൊഡക്ഷൻസിന്റെ ഒരു ബ്രാഞ്ച് കേരളത്തിൽ തുടങ്ങുന്നു. അതായത് ഈ സ്വയം അവകാശവാദം, ഈ ആഷ്ലിൻ ബെൽമന്റെ അവകാശവാദം, താനൊരു സിനിമാ നിർമ്മാതാവാണ്, വലിയ ബിസിനസ് സംരംഭകനാണ്, തനിക്ക് കോടികളുടെ, അതായത് 1000 കോടിയിലധികം രൂപയുടെ ആസ്തി തനിക്കുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള അവകാശവാദം ഇയാൾ സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ഇയാളുടെ ലിങ്ക്ഡിൻ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ഇങ്ങനെ അതിശയിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇയാൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഉണ്ടല്ലോ, ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇയാൾ പങ്കുവെച്ചതാണോ?
തീർച്ചയായും നമ്മൾ ഇന്ന് രാവിലെ ഇത് ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങുന്നു എന്നറിഞ്ഞ് നമ്മൾ രാവിലെ അയാളുടെ ഓഫീസിൽ പോയിരുന്നു. അവിടെ ഏതാനും അതിന്റെ വിവരങ്ങളൊന്നും ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടില്ല. പക്ഷെ ഉദ്ഘാടന ചടങ്ങിന്റെ, അതായത് ഒരു മാസം മുൻപ് ഈ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ ഈ ആശ്ലിൻ ബൽമൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ഇന്നലെ രാത്രിയാണ് പുതിയ ഓഫീസ് പ്രവർത്തനം VIP പ്രൊഡക്ഷൻസിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നു എന്ന് പറഞ്ഞ് ആശ്ലിൻ ബൽമൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടുന്നത്. ഇന്ന് രാവിലെ നമ്മൾ 10:00 നമ്മുടെ ന്യൂസ് 18 സംഘം അവിടെ ചെല്ലുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു. ഏതാനും ജീവനക്കാർ മാത്രമാണ് അവിടെ ഉള്ളത്. ആശ്ലിൻ ബൽമൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ജീവനക്കാർക്ക് അറിയത്തില്ല. പക്ഷേ അവരുടെ ഒരു അഭിഭാഷകൻ അഡ്വക്കേറ്റ് അമീൻ ആ സ്ഥലത്തുണ്ടായിരുന്നു. അമീൻ പറഞ്ഞിരിക്കുന്ന വിവരം വലിയ താമസമില്ലാതെ തന്നെ ആശ്ലിൻ ബൽമൻ പോലീസിന് മുൻപാകെ കോടതിയിൽ കീഴടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പോലീസ് ഒരു പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം നിലവിൽ തോക്ക് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട ആശ്ലിൻ ബൽമനെതിരെ പോലീസ് ഗുരുതര സ്വഭാവമുള്ള കേസുകളാണ്, ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. കേസ് അന്വേഷണം ആശ്ലിൻ ബൽമനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മരട് പോലീസ് പറഞ്ഞത്. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ, ഒരുപക്ഷെ ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ മാത്രമായിരിക്കും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിനോട് നമ്മൾ ചോദിച്ചപ്പോൾ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും നിലവിൽ അറിയില്ല ഇങ്ങനൊരു ഓഫീസ് തുറക്കുന്നതായി. പക്ഷെ ഒരുപക്ഷെ പോലീസ് ആശ്ലിൻ ബൽമന്റെ ഓഫീസിനെതിരെ നടപടി സ്വീകരിക്കുമോ എന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ ദൃശ്യമുണ്ടല്ലോ, ഈ നോട്ടുകൾ അടുക്കി വെക്കുന്നത്, ഇത് എപ്പോഴത്തെ ദൃശ്യമാണിത്? മഞ്ജുഷ്, ഇത് ഈ ആശ്ലിൻ ബൽമന്റെ നേരത്തെ ഇയാൾ പങ്കുവെച്ച ചില ചിത്രങ്ങളാണ്. ഇയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. കാരണം ഇയാൾ തന്നെ സ്വയം അവകാശവാദം, ഇയാളുടെ ഒരു பேமெண்ட் கொடுத்துட்டேன். ஹலோ மாமா, கேக்குதா? ടോം, അതുപോലെ തന്നെ ഇപ്പോഴും ഇയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോഴും ഉണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് ഈ പൊളിറ്റീഷ്യൻ എന്നുള്ളതും പിന്നെ ബെൽമൻ ഇന്റർനാഷണൽ ബിസിനസ്മാൻ, പിന്നെ തമിഴ്നാട്ടിൽ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വലിയ പോസ്റ്റിൽ ഇരിക്കുന്നയാൾ, ഇതൊക്കെ ഇപ്പോഴും അവകാശവാദമായി ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ചൊന്നും പോലീസ് യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നില്ലേ ഇത്ര നാളുകളായിട്ടും? അതാണ് മഞ്ജുഷ് അതിശയിപ്പിക്കുന്ന കാര്യം. കാരണം ഇത്രയധികം തെളിവുകൾ നമ്മൾ അന്ന് പുറത്തുവിട്ടതാണ്. ഇയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ലിങ്ക്ഡിനിലും ഒക്കെ ഇയാൾ സൂചിപ്പിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും അതിസമ്പന്നനായിട്ടുള്ള വ്യക്തികളിലുള്ള, അതായത് അമേരിക്ക, ദുബായ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലായി 200-ലധികം സ്ഥാപനങ്ങളുടെ MD, തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പല പദവികളും വഹിക്കുന്നുണ്ടെന്നാണ് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ ആശ്ലിൻ ബൽമന്റെ ഒരു ആഡംബരക്കാറിൽ മുൻവശത്ത് ബോർഡും, അതായത് ചുമന്ന നിറത്തിലുള്ള ബോർഡ് വരെ വെച്ച് പതിപ്പിച്ചിട്ടുണ്ട്. ഈ മനുഷ്യാവകാശ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിലുള്ള ചുമന്ന ബോർഡ് ഉൾപ്പെടെ നമ്മൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. ഈ വിവരങ്ങൾ ഉൾപ്പെടെ ന്യൂസ് 18 അന്ന് പുറത്തുവിട്ടിട്ടും പക്ഷെ പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. മാത്രമല്ല, തമിഴ്നാട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും കൈമാറിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശ്ലിൻ ബൽമന്റെ ഒരു പശ്ചാത്തലം പോലും, കാരണം വലിയ സാമ്പത്തിക പശ്ചാത്തലമുള്ള വ്യക്തിയല്ല. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ദുബായിലേക്ക് പോയത്. അതിനുശേഷം നാടുമായി ഈ സമീപകാലത്താണ് വലിയ ബന്ധം സ്ഥാപിക്കുന്നത്. കളിയിക്കാവിളിയില് ഇയാളൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള പല നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അതായത് ഗുണ്ടാ ബന്ധം ഇയാൾക്ക് കൃത്യമായി അവിടുത്തെ ഈ തമിഴ്നാട് കളിയിക്കാവിള കേന്ദ്രീകരിച്ച്, അതായത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡറാണ് ഈ കളിയിക്കാവിള. ഈ രണ്ട് സംസ്ഥാന പല ഗുണ്ടകളുമായിട്ട് ഈ ആശ്ലിൻ ബൽമന് ബന്ധമുണ്ട് എന്നൊക്കെ പോലീസിന് ചില സൂചനകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട മരട് പോലീസ് യാതൊരു വിവരങ്ങളും കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഈ ആശ്ലിൻ ബൽമന്റെ വീട്ടിലടക്കം റെയ്ഡ് നടക്കേണ്ടതാണ്. അത്തരമൊരു അന്വേഷണമൊന്നും ഇതുവരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. മഞ്ജുഷ. ശരി, ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ടോം ആശ്ലിൻ ബൽമൻ ആരാണ് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷവും പോലീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് കൊച്ചിയിൽ വീണ്ടും ആശ്ലിൻ ബൽമൻ സിനിമാ കമ്പനിയുടെ ഓഫീസ് തുറന്നിരിക്കുന്നത്. ഇപ്പോഴും പോലീസ് ഇതിൽ മെല്ലെപ്പോക്ക് സമീപനമാണ് സ്വീകരിക്കുന്നത്.